രാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുമ്പോൾ CPM കനത്ത പ്രതിരോധത്തിലാവുകയാണ്. വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്നതിലും ആശങ്കയുണ്ട്. ഇഡിയുടെ ചോദ്യമുനയിൽ പിണറായി വിജയൻ കൂടി വന്നാൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്നും പാർട്ടിക്ക് അത് വലിയ തലവേദനയാകുമെന്നും പാർട്ടി വിലയിരുത്തുകയാണ്. അതേസമയം പിണറായി വിജയൻ എതിരെയും അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, CPM ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. കാരണം ഒന്നാമത് ആദ്യം പിണറായി വിജയൻ്റെ വസതികളിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആ കേസ് വലിയ കുരുക്കായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ED തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അത് വീണ വിജയൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. വീണ വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കാര്യങ്ങൾ. ഈ കേസ് സമ്പൂർണ്ണമായി അന്വേഷിച്ച് വരുമ്പോൾ അത് പിണറായി വിജയനിലേക്കും ആ അന്വേഷണം നീളുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ആശങ്കയിലാണ് CPM. അതുമാത്രമല്ല, പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്? ഗുഡ് മോർണിംഗ് വിനോദ്, അശ്വതി. ED ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ എക്സാലോജിക്കിൻ്റെ CMRL എക്സാലോജിക് കേസിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് CPM കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കൂടി EDക്ക് അന്വേഷണം തുടരാമെന്ന നിർദ്ദേശം കൂടി നൽകിയതോടുകൂടി തന്നെ വലിയ രീതിയിൽ CPM പ്രതിരോധത്തിലായിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു സങ്കടസ്ഥിതി മറികടക്കുമെന്നതടക്കമുള്ള ആശങ്കയിലാണ് ഇപ്പോൾ CPM നേതൃത്വം ചെന്നെത്തിയിരിക്കുന്നത്. കാരണം ED ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അത് ഒന്ന് പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷയമുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കേസുമായി മുന്നോട്ട് പോവുകയാണ്. കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആശങ്കയിലേക്ക് CPM നേതൃത്വം കടക്കുന്നത്. പ്രത്യേകിച്ച് വീണ വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആ റെയ്ഡിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. EDക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് അന്വേഷണം കാര്യക്ഷമമായി ശക്തമാക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി CPM നേരിടുകയും ചെയ്യും. പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീണ വിജയൻ എന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അവിടെ ഒരു ഘടകമായി നിന്നത്, അല്ലെങ്കിൽ ഇതിന് പ്രേരണയെന്നോ അല്ലെങ്കിൽ ഇതിന് സഹായകമായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ സാന്നിധ്യമാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ഇടപെടൽ കൂടിയാണ്. ഈ ഇടപെടൽ കൂടി വീണയെ ചോദ്യം ചെയ്യാൻ, അതായത് ഇനി ED അവരുടെ കേസുമായി മുന്നോട്ട് പോവുകയും വീണയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് പിണറായി വിജയനിലേക്കായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇതോടുകൂടി തന്നെ CPM പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഈ അവസ്ഥ എങ്ങനെ മറികടക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ നേതൃത്വം ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. ഈ നേതൃയോഗങ്ങളിലടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തുടർന്ന് നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതി അടക്കം ചേരുന്നു. ഇത്തരത്തിൽ എത്തുമ്പോഴേക്കും കൂടുതൽ അതായത് ഈ പിണറായി വിജയനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരാനുള്ള സാധ്യതകളും തള്ളിക്കറയാമില്ല. കാരണം നേരത്തെ ഈ EDക്കെതിരായ ആക്രമണം നടത്തിയതിന് ഒരു കാരണം എന്ന് പറയുന്നത് നിലവിലെ തെരഞ്ഞെടുപ്പ് പരാജയം, ആ പരാജയത്തെ മറികടക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലൊരു അക്രമം അഴിച്ചുവിടുകയും പിണറായി വിജയനെ ED പീഡിപ്പിക്കുന്നു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഏതായാലും അത് അത്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അത് വലിയ നാണക്കേടും തിരിച്ചടിയുമാണ് CPM ഉണ്ടാക്കിയിരുന്നത്. ഇത്തരത്തിൽ CPM എന്ന പ്രസ്ഥാനം അതൊരു ഗുണ്ടാ പാർട്ടിയായി മാറി, അക്രമകാരികളുടെ പാർട്ടിയായി മാറി എന്ന തരത്തിലുള്ള